ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതാണ് ഇപ്പോൾ എല്ലായിടും ചർച്ചാ വിഷയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനപ്പുറം എനിക്ക് തോന്നുന്നു ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് തിലകനുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോസും ഒക്കെ ആയിരിക്കും. കാരണം തിലകൻ ഒരിക്കൽ പറഞ്ഞു വെച്ചത് ശരിയാവുന്നു. ശ്രീനാഥിൻ്റെ മരണം ബന്ധപ്പെട്ട് തിലകൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. 15 അംഗ പവർ ഗ്രൂപ്പ് അതെടുത്ത് പറഞ്ഞില്ല എങ്കിലും ഒരു മാഫിയ സംഘമുണ്ടെന്നും തീവ്രവാദ സംഘങ്ങളായി അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ തിലകൻ തുറന്നടിച്ചിട്ടുണ്ട്. പല സിനിമകളിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ തിലകൻ്റെ മകൾ പറയുന്നുണ്ട് ഒരു നടൻ തന്നെ വിളിച്ചു, വളരെ മോശമായി സംസാരിച്ചു എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഭയവും സങ്കടവും തോന്നും. കാരണം ഒരു മഹാനടൻ്റെ മകൾ, അയാൾ മരിച്ചതിന് ശേഷം ആ മഹാനടൻ്റെ മകളെ ഒരു നടൻ വിളിക്കുന്നു, മോശമായി സംസാരിക്കുന്നു എന്നൊക്കെയുള്ളത്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പം നടിയെ ആക്രമിച്ച എന്നുള്ളത് നടി തന്നെ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഇരയല്ല, താൻ അതിജീവിതയാണെന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നടിയെ 2017 നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ WCC രംഗത്ത് വരുന്നതും പിന്നീട് ഈ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുന്നതും. പക്ഷെ ആ നടനാണ്, അതിലൊരു പൾസർ സുനി ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ജയിലിലാണ്. ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കുകയാണ്. പൾസർ സുനിയുടെ കത്തിലൂടെ പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് ദിലീപിലേക്ക് ആ നടിയുമായി ആക്രമിക്കപ്പെട്ട കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കേസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. വിധി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എങ്കിലും ഇപ്പോൾ നടിയുടെ ഈ ചുംബന രംഗങ്ങൾ, ചുണ്ടുകൾ വലിച്ചു കീറുന്നു, ലിപ് ലോക്ക് എന്ന് പറയുന്നത് പോലെ ചുണ്ടുകൾ വലിച്ചു കീറുന്നു, അമ്മമാർ തന്നെ പെൺമക്കളെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൂട്ടിക്കൊടുക്കുന്നു, ഇല്ലെങ്കിൽ അമ്മമാർ തന്നെ വഴങ്ങിക്കൊടുക്കുന്നു പ്രൊഡ്യൂസർമാർക്കും സംവിധായകന്മാർക്കും എന്ന് പറയുന്നു. മാത്രമല്ല പല നടിമാരുടെയും കട്ടിലിനടിയിൽ ഇത്തരം ഈ പൾസർ സുനിയെ പോലുള്ള ഡ്രൈവർമാർ കയറി കിടക്കുന്നത് കണ്ടിട്ട് റൂമിലേക്ക് കയറാൻ പോലും പല നടിമാരും ഭയന്ന് പുറത്ത് ഇരുന്നിട്ടുണ്ട്, ഉറങ്ങാതെ സ്വന്തം ശരീരം കാത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ മലയാള സിനിമയിൽ ഇത്ര അധപ്പതനമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. സെക്സിന് വേണ്ടി എന്തും ചെയ്യാം, ഡ്രഗ്സിനും സെക്സിനും വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മലയാള സിനിമ മാറിയോ? അല്ല, ഈ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ആദ്യമേ പറഞ്ഞ നമ്മൾ ഈ തിലകൻ്റെ കാര്യം പറയാം. തിലകൻ എന്ന് പറയുന്നത് നാടകവേദിയിലൂടെ കടന്നു വന്ന് മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി മാറിയ ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെതായ കാമ്പുള്ള കഥാപാത്രങ്ങൾ നമ്മൾ എത്രയോ കണ്ടതാണ്. വളരെ മനോഹരമായി അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായി അഭിനയിക്കുന്ന തിലകനെ പോലെയുള്ള ആളുകൾക്ക് നിരവധി അവാർഡുകൾ, അംഗീകാരങ്ങളൊക്കെ ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കണം, അല്ലെ അദ്ദേഹത്തിന് ഈ ഒരു വളർച്ച നമ്മൾ അംഗീകരിക്കേണ്ട എന്ന് പറയുന്ന ഒരു ഗ്യാങ് അവിടെ രൂപപ്പെട്ടിരുന്നു അമ്മയിൽ. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ പതുക്കെ ഈ ഇതിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ ഈ പുറത്താക്കിയപ്പോൾ ഈ രീതി ശരിയല്ല, ഈ രീതി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ മാഫിയാണ് അന്ന് വിചാരിച്ചിരുന്നത് ആരെയൊക്കെ സിനിമയിൽ എടുക്കണമെന്ന്. അപ്പോൾ തിലകന് റോളുകൾ കുറഞ്ഞുകൊണ്ടേ വരുന്നു. തിലകൻ ഒറ്റപ്പെട്ടു പോകുന്നു. തിലകൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ തിലകൻ വീണ്ടും ഈ പറയുന്ന സീരിയൽ മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അന്ന് അവിടെ ആത്മയുടെ ഈ സീരിയൽ മേഖലയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നിലവിൽ ഇന്നത്തെ ഒരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹവും ശ്രമിക്കുന്നു ഈ പറയുന്ന തിലകന് സീരിയലിലും കൂടുതൽ വേഷങ്ങളൊന്നും കിട്ടണം. അപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഈ സമയത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ചലച്ചിത്ര നടനാണ് ഈ തിലകനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നു പറയുന്നത്. അദ്ദേഹം അന്നേരം അമ്മയുമായിട്ടുള്ള വലിയ സഹകരണമൊന്നുമില്ല. അദ്ദേഹം തൻ്റെ സിനിമകളിൽ ഇപ്പോൾ ചിന്താമണി കൊലക്കേസ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ തിലകനെ കാസ്റ്റ് ചെയ്യുന്നു. തിലകന് നല്ല വേഷം കൊടുക്കുന്നു. നമുക്കറിയാം ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് വളരെ വൈകാരികമായൊക്കെ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് തിലകനെ കണ്ടു. ഒരു വീഡിയോ കൊണ്ട് തിലകൻ ആ മഹാനടൻ, അദ്ദേഹം തിലകൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാനപ്പുറം അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൊടുത്ത് തന്നെ നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ നിന്ന് ആ റോളിലേക്ക്, അച്ഛൻ്റെ വേഷത്തിലേക്ക് തന്നെയാണ് ആദ്യം കാസ്റ്റ് ചെയ്യുന്നത്. തൻ്റെ ഡേറ്റ് വരെ 25 ദിവസത്തെ ഡേറ്റ് വരെ മേടിച്ച് തനിക്ക് പ്രതിഫലം, അഡ്വാൻസ് പ്രതിഫലം തന്നിട്ട് പിന്നീടാണ് അതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ച് പറയുന്നത് ഈ സിനിമയിൽ, അവർ പറയുന്നു സാറിന് ഈ സിനിമയിൽ വേണ്ട എന്ന്. ഈ അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോക്കസ് എന്ന് മാഫിയ. അതാണ് തിലകൻ ഉപയോഗിച്ച വാക്ക് തന്നെയാണ്. ആ മാഫിയാണ് ഇതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മഹാനടനെ മാറ്റി നിർത്താൻ ഇവർക്ക് കഴിഞ്ഞുവെങ്കിൽ, അതും സിനിജു ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് കഴമ്പുള്ള, കാരണം പകരം വയ്ക്കാനില്ലാത്തൊരു നടനാണ് തിലകൻ. ജഗതി, ഇവരൊക്കെ ജഗദീഷ് പോലുള്ള നടന്മാർ, ജഗദീഷിന് പകരമായി ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടൊക്കെ വന്നുവെങ്കിൽ പോലും ഇവർക്കൊന്നും പകരം വയ്ക്കാൻ ഒരു നടനില്ല എന്നുള്ളതാണ്. അരൂർ ഭാസി, തിക്കുറിശി, ഇവർക്കൊന്നും പകരം വയ്ക്കാൻ ഒരു നടനില്ല. അതേപോലെ തന്നെയാണ് തിലകനും. തിലകൻ സാറിനും പകരം വയ്ക്കാൻ ഒരു നടൻ ഇല്ല എന്നുള്ളത് തന്നെ.
അത്രയും വലിയൊരു നടനെ മാറ്റി നിർത്താൻ ഒരു ഗ്രൂപ്പിന് കഴിഞ്ഞുവെങ്കിൽ ഇവർ വിചാരിച്ചാൽ സിനിമയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം കൊച്ചു കുട്ടികളെ വരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിൽ നിന്ന് ഭയാനകമായി നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ. സഹകരിച്ച് കൂടെ നിൽക്കുന്നവർ വലിയ വലിയ റോളുകളിലും പിന്നീട് വലിയ നായകന്മാരുടെ സിനിമകളിൽ പതിവ് നായികമാരാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഇത്തരക്കാർ, ഈ ഭയന്നോടുന്ന പെൺകുട്ടികൾ ഈ സെക്സ് രംഗങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇഴുകി ചേർന്നുകൊണ്ട് ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. അവർക്കൊരു രക്ഷയുമില്ലാതെ വരുമ്പോഴാണ് അവർ പലപ്പോഴും സിനിമ വേണ്ടെന്ന് പറഞ്ഞ് സിനിമയിൽ നിന്ന് ഓടിയ പലരും നമുക്കറിയാം. പല 1-2 സിനിമയിൽ അഭിനയിച്ചിട്ട് പിന്നെ അവരെ കണ്ടിട്ട് പോലുമില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സിനിമയിലേ വരണ്ട എന്ന് തീർത്ത് പറയുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പം ഈ WCC സ്ഥാപക അംഗം മഞ്ജു വാര്യർ ഉൾപ്പെടെ സുരഭി ലക്ഷ്മി, വിധു വിൽസൺ ഒക്കെ ഇതിൽ നിന്ന് മാറിപ്പോയവരാണ്. ബാക്കിയുള്ളവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോഴും ചിലർ പറയുന്നു കഴിവുള്ളവർക്കാണെങ്കിൽ അവസരങ്ങൾ തേടിയെത്തും. പാർവതി തിരുവോത്തിനെ പോലുള്ളവർക്ക് പിന്നീട് അവർ തന്നെ തുറന്നടിച്ചിട്ടുണ്ട് തൻ്റെ തുറന്നു പറച്ചിലുകൾ തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി പക്ഷെ അമ്മ സംഘടനയിൽ നിന്ന് അപ്പോഴും മഞ്ജു വാര്യർ മെമ്പർഷിപ്പ് അംഗമാണ്. അമ്മയിൽ അംഗം ആയിക്കൊണ്ട് തന്നെയാണ് WCC സ്ഥാപിക്കുന്നതും. 2019 തോന്നുന്നു കൊച്ചിയിലെ ഒരു ഗ്രൗണ്ടിൽ നടന്ന ഒരു സിനിമാക്കാരുടെ ഒരു പരിപാടിയിലാണ് മഞ്ജു വാര്യർ പറയുന്നത് ഈ നടിയെ ആക്രമിച്ചതിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കപ്പെടുക തന്നെ വേണമെന്നുള്ളത്. അതാണ് പിന്നീട് ദിലീപിലോട്ട് തിരിഞ്ഞതും പിന്നീട് WCC എന്ന കുറെ സ്ത്രീകളുടെ കൂട്ടായ്മ വരുന്നതുമൊക്കെ. ഇപ്പോൾ WCCയുടെ അവസ്ഥ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എങ്കിൽ പോലും. പക്ഷേ അപ്പോഴും ഈ മഞ്ജു വാര്യർ പിന്നീട് കാലുമാറിയത് മഞ്ജു വാര്യർക്ക് പലരെയും പ്രീണിപ്പെടുത്താനും പ്രീതിപ്പെടുത്തുവാനും വേണ്ടിയാണെന്നും അവസരങ്ങൾക്ക് വേണ്ടിയാണെന്നും ദിലീപിന് മാത്രമായിരുന്നു മഞ്ജു ലക്ഷ്യം വെച്ചത്. ദിലീപിന്റെ സിനിമാ ജീവിതം തകർന്നതോടുകൂടി മഞ്ജു വാര്യർക്ക് പിന്നീട് അത്തരത്തിൽ പകയോ അത്തരത്തിലൊരു പലതും തുറന്നു പറയാതെ എപ്പോഴും സ്വകാര്യമായി കാര്യങ്ങൾ കൈക്കുള്ളിൽ ഒതുക്കുന്ന ഒരാളാണ് മഞ്ജു വാര്യരുടെ സ്വഭാവം. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും പൊട്ടിത്തെറിച്ചുകൊണ്ടോ വൈകാരികമായ ഒരു ഇടപെടലുകൾ നടത്തിക്കൊണ്ടോ മഞ്ജു വാര്യരെ നമ്മളാരും കണ്ടിട്ടില്ല. എപ്പോഴും സ്നേഹത്തോടെ ഇടപഴകുന്ന, ചോദ്യങ്ങളെ വളരെ ഡിപ്ലോമാറ്റിക്കായി ഉത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു മഞ്ജു വാര്യരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ മഞ്ജു വാര്യർ ഈ WCCയെ പച്ചയ്ക്ക് പറഞ്ഞാൽ തേച്ചൊട്ടിച്ചിട്ടാണ് പിന്നീട് അവസരങ്ങളിലേക്ക് പോയത് എന്ന് പലരും പറയുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ പറയാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മൾ തുടക്കത്തിൽ വന്ന ഇപ്പോൾ തിലകനെ കുറിച്ച് പറഞ്ഞു. ഈ തിലകൻ, നെടുമുടി വേണു, ഇവർക്കൊന്നും ഭരത് അവാർഡ് പോലും കിട്ടിയിട്ടില്ല. ഈ ഭരത് അവാർഡ് കിട്ടാത്ത നടന്മാരാണോ ഇത്ര വലിയ നടന്മാർ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പക്ഷേ പഴയകാല സിനിമ കണ്ടതും പഴയകാല സിനിമയെ സ്നേഹിച്ചിരുന്നവർക്ക് അറിയാം അവരുടെ റേഞ്ച് എന്താണ്. അത്രയും ഉയർന്ന റേഞ്ചിലുള്ള തിലകനെ പോലുള്ള ഒരു നടനെടുത്ത് താൻ ഇറങ്ങി പോടോ എന്ന് പോലും സെറ്റിൽ നിന്ന് പറയേണ്ടി വന്നു. അത്ര മോശമായി ഇടപെടേണ്ടി വന്നു. ഇത് തന്നെയാണ് ഷമ്മി തിലകൻ എന്ന് പറയുന്ന മകനും ഒക്കെ അനുഭവിക്കേണ്ടി വന്നത്. കാരണം സ്വാഭാവികമായിട്ടും തിലകൻ്റെ രക്തമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നടന്മാരെ, നല്ല കഴിവുള്ള ആൾക്കാരെ ഒക്കെ പടിക്ക് പുറത്താക്കാൻ ഒരു മാഫിയ എക്കാലവും മലയാള സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമയിലെ മാഫിയ തീരുമാനിക്കുന്ന അനുസരിച്ചാണ് ഏത് നടൻ വേണം, നടി വേണം, ഏത് അച്ഛൻ റോൾ വേണം, ഏത് അമ്മാവൻ റോൾ വേണം എന്ന് വരെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ മാഫിയ ഇതിലേക്ക് പിടിമുറുക്കി വരുന്നു. ഇപ്പം നമുക്ക് ആ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് WCCയുടെ ആവിർഭാവം ഉണ്ടാകുന്നത്. ഈ WCCയുടെ തുടക്കം മുതലുണ്ടായ അല്ലെങ്കിൽ ഇതിൻ്റെ രൂപകൽപ്പനയ്ക്കെല്ലാം മുന്നിൽ നിന്ന് ഒരു നടി സ്വാഭാവികമായിട്ട് ഇവരെല്ലാം തള്ളി പറഞ്ഞിട്ട് അവർ അവസരത്തിൻ്റെ പിന്നാലെ പോയി എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം അല്ല ആ സംഘടനയ്ക്ക് പിന്നെ എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത്? നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ സിനിമയിൽ ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മഞ്ജു വാര്യർ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ മുഴുവൻ തേച്ചൊട്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ, ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവർ ഏത് തരത്തിൽ ആക്രമിക്കപ്പെട്ടു, എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് ഏറ്റവും എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് മഞ്ജു വാര്യർ. പക്ഷേ മഞ്ജു വാര്യർക്ക് വേണ്ടി നിലനിന്നുകൊണ്ടാണ് അവർക്ക് ആ ദുരനുഭവം ഉണ്ടായത്. അവരുടെ അവസരങ്ങൾ പിന്നീട് ഇല്ലാതായതും അവർക്ക് ആ ദുരനുഭവം ഉണ്ടായതും വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടിയാണ് ഇത്ര ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ആ പെൺകുട്ടി അത്രയും യാതന അനുഭവിച്ച് താൻ ആ യാതന അറിഞ്ഞും കണ്ടും കേട്ടിട്ടുമാണ് മഞ്ജു വാര്യർ പറയുന്നത് ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു അനുഭവം ഇല്ല. അപ്പോൾ നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം മലയാള സിനിമയെ തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ്. കാരണം മലയാള സിനിമയിലെ എല്ലാ നടിമാരും 90% നടിമാരും ഇങ്ങനെ മോശക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ അങ്ങനെ മോശക്കാരായ സ്ത്രീകൾ, നടികൾ ഉണ്ട്, അവരുടെ അമ്മമാരുണ്ട്, അവരുടെ കൂടെ വരുന്ന ബന്ധുക്കളുണ്ട്. അവരൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചില വിട്ടുവീഴ്ചകൾ, ഇതൊക്കെ തയ്യാറായാൽ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും. അപ്പോൾ അവസരങ്ങൾ കിട്ടാത്തവർ മുഴുവൻ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാത്തവർ. അപ്പോൾ ഇപ്പോൾ അവസരം കിട്ടുന്നവർ മുഴുവൻ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് അങ്ങനെ ഒരു നെഗറ്റീവ്
നെഗറ്റീവ് സാധനം അതിനകത്ത് വരുന്നുണ്ട്. കാരണം ഒരു സിനിമാ മേഖലയിൽ ഒരു നടി പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതൊരു നടനായിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, ടെക്നിക്കൽ വിങ്ങിലായിക്കോട്ടെ. ടാലൻ്റ് ഇല്ലാത്തവൻ എന്തായാലും 2-3 സിനിമ കഴിയുമ്പോൾ പുറത്തേക്കുള്ള വഴി തെളിയും. ഇവിടെ ടാലൻ്റ് ഉള്ളവർ പിടിച്ച് കയറുമ്പോൾ ഇവർ മുഴുവൻ വഴങ്ങിയിട്ടാണ് അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടിരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഈ സിനിമാ മേഖല മൊത്തം വൃത്തികെട്ട മേഖലയാണ്, അവിടെ കഞ്ചാവാണ്, സെക്സാണ്, അല്ലെങ്കിൽ ഡ്രഗ്സാണ്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവർ സിനിമയിൽ കയറുന്നു. അപ്പം ഈ 1-2 സിനിമ കഴിഞ്ഞിട്ട് അവർക്ക് കാമ്പുള്ള കഥാപാത്രങ്ങളെ കിട്ടാത്തതുകൊണ്ട് ഫീൽഡ് ഔട്ടായി പോയവരുണ്ട്. അവരെന്താ സമൂഹത്തിന് മുമ്പിൽ നല്ലവർ, ഇവർ ഈ സിനിമയിൽ ഇത്തരം അനാചാരങ്ങൾക്ക് നിന്നുകൊടുത്തില്ല അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങൾക്ക് നിന്നുകൊടുക്കാത്തതുകൊണ്ട് ഇവർക്ക് സിനിമയിൽ അവസരം കിട്ടുന്നില്ല. സത്യത്തിൽ അങ്ങനെയും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ പേര് ഇതിന് വേണ്ടിയിട്ട് പുഴുക്കുത്തുകളായി മാറുന്നു. ഈ പുഴുക്കുത്തുകളുടെ പേരിൽ നല്ല ആൾക്കാരോട് ചീത്തയാക്കപ്പെടുന്നു എന്നൊരു സാധനം. പക്ഷേ നമ്മളിവിടെ അംഗീകരിക്കുന്ന ആദ്യം തിരുവനന്തപുരത്ത് ഒരു മാഫിയ ഉണ്ടാകുന്നു, പിന്നെ അത് കൊച്ചി മാഫിയായി മാറുന്നു, പിന്നെ അതിപ്പോൾ മട്ടാഞ്ചേരി മാഫിയ ആവുന്നു. അപ്പോൾ മൊത്തത്തിലൊരു മാഫിയാണ്, അതൊക്കെ യാതൊരു സംശയമില്ല. മാത്രമല്ല സിനിമാ മേഖല ഇത്തരത്തിലുള്ളതാണ് എന്ന് പണ്ട് മുതലേ ഒരു ചിന്താഗതിയുണ്ട്. പണ്ട് നാടകത്തിൽ പോലും അഭിനയിക്കുന്ന സ്ത്രീകളില്ലായിരുന്നു. അന്ന് പുരുഷന്മാരാണ് സ്ത്രീയായി വേഷം കിട്ടിയത്. പിന്നീട് കാലം മാറി. ഇപ്പോഴത്തെ കാലം എടുത്ത് നോക്കി നമുക്ക് ഈ ഹേമ കമ്മീഷൻ 5 വർഷം മുമ്പാണ് പുറത്തു വന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരുമിച്ച് കഴിയുന്നതിന് ഒരു പ്രത്യേകത ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ നാട്ടിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒരുമിച്ച് കഴിയുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ ജോലിക്ക് വരുന്നോ പഠിക്കാൻ വരുന്നതായ കുട്ടികൾ മിക്സഡ് ഹോസ്റ്റലിൽ കഴിയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ 5 വർഷം മുമ്പുണ്ടായ ഒരു കാലത്തെ അനുഭവം വെച്ചിട്ട് ഇപ്പൊ 5 വർഷം മുമ്പ് ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ഒരു റൂമിൽ താമസിക്കുന്നത് സദാചാരം ആ ലെവലിൽ കാണുന്നവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ ഒരേ ഫ്ലാറ്റിൽ ഒരേ റൂമിൽ കഴിയുന്നുണ്ട്. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എന്ത് പ്രശ്നമെന്നുള്ളത്. ഈ ഫിലിം മേഖല അത് തന്നെയല്ലേ, അവർ ജോലി ചെയ്യുന്നത് രാത്രിയെന്നോ പകലെന്നോ അല്ലെ ഏർലി മോർണിംഗ് എന്നോ ഒന്നും ഇല്ല. അവർ വന്നിട്ട് ചിലപ്പോൾ ഒരു റൂമിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും, ഒരുമിച്ച് അവരുടേതായ കാര്യങ്ങൾ. എന്റെ അപ്പോഴത്തെ സംശയം, ഈ അമ്മമാര് വരെ വഴങ്ങി കൊടുക്കുന്നു. അവർക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് അവർ വഴങ്ങി കൊടുക്കുന്നു. അതിന് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയവർക്ക് എന്താണെന്നുള്ളത്, അവർക്ക് പരാതി ഇല്ലെങ്കിൽ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം. അതെ, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അപ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിനകത്ത് കുറേ കള്ളത്തരമുണ്ട്. ഈ തയ്യാറാക്കിയവർക്ക് ചില ഉദ്ദേശശുദ്ധികളുണ്ട്. ഒടുവിൽ എന്തിനാ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ എന്ന് പറയുന്ന ജസ്റ്റിസ് അല്ല ജഡ്ജി അവർ തന്നെ പറയുന്നത് എന്താ, ഈ കമ്മീഷന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടരുത്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവരിങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിയത്? മറ്റൊരാള് ശാരദയാണ്. ഈ ശാരദ 40 വർഷമായി സിനിമയിൽ നിൽക്കുന്ന ആളാണ്. ഇവർക്ക് ഈ 40 വർഷം കൊണ്ട് ഈ 5 വർഷം മുമ്പേ അവർക്ക് തുറന്നു പറയായിരുന്നു, താൻ അഭിനയിച്ച സമയത്ത് ഒരു മൂത്രപ്പുരയില്ല, ഉടുക്കാൻ വസ്ത്രങ്ങൾ മാറാൻ സ്ഥലമില്ല, ഈ മൂത്രം ഒഴിക്കാതിരിക്കാൻ, വെള്ളം കുടിക്കാതെ മണിക്കൂറുകളോളം. ഇവരൊന്നും ഈ പഴയകാല നടിമാരൊന്നും ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത് നമ്മൾ ആരും ഷീല, ശാരദ, ജയഭാരതി ഇവരൊക്കെ ഇത്രയും സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ സിനിമാ മേഖലയിലേക്ക് വന്നവരും അഭിനയിച്ചവരുമാണ്. ഇവർക്കൊക്കെ വേണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്, ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉള്ളവരുമാണ്. ഇവർക്കൊക്കെ വേണമെങ്കിൽ തുറന്നു പറച്ചിലുകൾ നടത്താം. പക്ഷേ അന്ന് അവർ എന്തെങ്കിലും കാര്യങ്ങളിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? മീൻസ് ഈ ഇത്തരം കാര്യങ്ങളിലല്ല, സിനിമയിൽ അഭിനയിക്കണം, അത് തങ്ങളുടെ പാഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഏത് സാഹചര്യത്തെയും തങ്ങൾ അത് അഭിമുഖീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ലാതായി മാറിയത്. അവരൊന്നും കാരവാനിലോ അല്ലെങ്കിൽ വലിയ ഹോട്ടലുകൾ ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ലാതായി മാറിയത്. പക്ഷെ ഇപ്പോഴത്തെ നടിമാർ അങ്ങനെയല്ല. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അല്ലെങ്കിൽ നടന്മാരായാലും അടുത്തത് കാരവാൻ വേണം, എനിക്ക് ഇത്ര രൂപ പ്രതിഫലം വേണം എന്ന് ചോദിച്ചു പോകുന്നവരാണ്. അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ്. ഈ വഴങ്ങിക്കൊടുക്കുമ്പോൾ താല്പര്യമുള്ളവർ വഴങ്ങിക്കൊടുക്കുന്നതിന് കമ്മിറ്റിക്ക് എന്താണ് എന്നുള്ളൊരു ചോദ്യം വീണ്ടും അവിടെ ബാക്കിയാവും. ഇവിടെ അതാണ് പ്രശ്നം. ഈ പഴയ കാലത്ത് ഒരു കൂട്ടുകുടുംബം പോലെയായിരുന്നു സിനിമാ മേഖല എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ നായകനും നായികയൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവരുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് അവർ ഒരുമിച്ചിരുന്ന് കഥ പറയുന്നു, സൊറ പറയുന്നു, ചായ കുടിക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി. ഇപ്പോൾ 1-2 സിനിമ അഭിനയിച്ച് കഴിഞ്ഞാൽ നായിക ഞാനെന്തോ വലിയ ആളാണ്, നായകൻ ഞാനെന്തോ വലിയ ആളാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. അവർക്ക് ഈ കാരവാൻ സൗകര്യം എല്ലാം വേണം. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഈ പറയുന്ന മുതിർന്ന നടികൾ, കുറച്ച് പ്രായമായ നടികളൊക്കെ ഇപ്പോൾ കാരവാൻ സൗകര്യം കിട്ടുമ്പോൾ തങ്ങളുടെ ജൂനിയറായിട്ട് വരുന്ന ഏറ്റവും എക്സ്ട്രാ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നവർക്ക് ഈ കാരവനിലൊന്നും ബാത്റൂമിൽ പോലുള്ള സൗകര്യം ഇവർ കൊടുക്കും. അവർ എങ്കിൽ ഇവർക്ക് ഒരു മോശം അവസ്ഥയിലൂടെ സ്ത്രീ കടന്നു പോകുമ്പോൾ അവൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് സൗകര്യം കൊടുക്കും, ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ സ്ത്രീകൾ പോലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് പുരുഷ കേന്ദ്രീകൃതം, സിനിമ പുരുഷ കേന്ദ്രീകൃതമാണെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം ഇപ്പോൾ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് പരസ്പരം
തുറന്നു പറയാൻ പറ്റും, ഇഷ്ടമില്ലെങ്കിൽ മുഖത്ത് നോക്കി തിരിച്ചു പറയാൻ പറ്റും. ഇനി ഒരാൾ വന്ന് 2 പ്രാവശ്യം കഥവെ മുട്ടി എന്താണെന്ന് തിരിച്ചു ചോദിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ 5 വർഷം മുമ്പ് ഈ സിനിമയിലെ ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരികയും അന്ന് ഇതിനകത്ത് കുറ്റവാളികൾ അല്ലെങ്കിൽ പ്രതികൾ എന്ന് പറയപ്പെടുന്നവർ കൃത്യമായി സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അതിനകത്ത് ആവശ്യപ്പെട്ടുള്ള സാധനങ്ങളെല്ലാം നടത്തി. മാത്രമല്ല ഇനി ഒരാളുടെ പേരും അതിനകത്ത് മെൻഷൻ ചെയ്തെന്ന് കൃത്യമായിട്ട് വരുത്തുകയും ചെയ്തു. അപ്പോൾ ഒരാളുടെയും പേര് ഇനി പുറത്തേക്ക് വരില്ല, ഈ പറഞ്ഞ പരാതിക്കാരാണെന്ന് പുറത്തു വരില്ല. കുറേ അഭ്യൂഹങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പുകപടലങ്ങൾ പോലെ പടരും എന്നതിനപ്പുറത്തേക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോട് യാതൊരു ഗുണമില്ല. ഇനി അല്ലെങ്കിൽ സർക്കാർ ആർജവം കാണിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്ന കാര്യങ്ങളുണ്ട്, നാളെ ഞങ്ങൾ പുറത്തുവിടും, ഞങ്ങളത് ഇങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുമെന്ന് സർക്കാർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പിണറായി വിജയൻ ഒരിക്കലും ചെയ്യില്ല. ചെയ്താൽ പല പ്രത്യാഘാതങ്ങളും അദ്ദേഹം തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകില്ല. ഇനിയും സിനിമാ മേഖല എന്നുള്ള എല്ലാ മേഖലയിലും സ്ത്രീയും പുരുഷനുമായാലും ചൂഷണം ചെയ്യപ്പെടേണ്ടവർ ചെയ്യപ്പെടുക തന്നെ ചെയ്യും, വഴങ്ങേണ്ടവർ വഴങ്ങി കൊടുക്കുക തന്നെ ചെയ്യും. നല്ലതായി പോകണമെന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ തന്നെ പോകും. നല്ലതും ചീത്തയൊന്നും ഇല്ല ഇവിടെ. ഇതൊക്കെ ഒരു എല്ലാ ജീവിതങ്ങളും അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാവരും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രം, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനി ഹേമ കമ്മിറ്റി പേരുകൾ പുറത്തുവിടുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ആ പേരുകൾ നമുക്കറിയാം, പക്ഷെ എന്തോ നാവിൻ തുമ്പുന്നതൊക്കെ പുറത്തേക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെ കെട്ടിവഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുമെന്ന് നമുക്കും വിചാരിക്കാം.